വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിപ്പിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും പോലീസിനോടും വിശദീകരണം തേടി. വിദ്യാഭ്യാസ വകുപ്പും റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗുരുപൂജ എന്ന നിലയിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴുകിക്കുകയും അവരുടെ പാദങ്ങളിൽ പുഷ്പാർച്ചന നടത്തുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനം ചില സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഇത് സംബന്ധിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തുന്ന വേണ്ടി ബന്ധപ്പെട്ട പോലീസ് അധികൃതർക്കും ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും മറ്റധികാരികളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊടുത്തുകയും കിട്ടിയ ഒരു പ്രാഥമിക വിവരമനുസരിച്ച് വളരെ കൃത്യമായിട്ടും ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് നടന്നിരിക്കുന്നത്. ഇതിനെതിരായിട്ട് കർശനമായിട്ട് നിലപാടുകൾ സ്വീകരിക്കണം. റിപ്പോർട്ട് തേടിയെന്നും കാല് കഴുകിക്കൽ കേരളത്തിലെ രീതിയല്ല എന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം ഇപ്പോൾ വരുന്നുണ്ട്. ഇന്ന് കാസർഗോഡും മറ്റേതോ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു വാർത്ത കണ്ടു, ഫോട്ടോയും പത്രത്തിൽ കണ്ടു. ഏത് വിദ്യാലയമായിരുന്നാലും കുട്ടികളെ കൊണ്ട് കാല് കഴിപ്പിക്കുന്നത് കേരളത്തിൻ്റെ സംസ്കാരമല്ല. അതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷന്റെ പ്രതികരണം കൂടി ഇപ്പോൾ ഈ വിഷയത്തിൽ വരുന്നുണ്ട്. കാസർഗോഡ് നടന്ന സംഭവത്തിലാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്ന. പ്രതികരണത്തിലേക്കാണ് നീ. കമ്മീഷൻ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കാണുന്നത്. കുട്ടികളുടെ അന്തസ്സിനും അഭിമാനത്തിനും നിരക്കാതെ അവരിൽ അധമബോധം വളർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കുട്ടികളെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ കുട്ടികളെ അവരിലെ അധമബോധം വളർത്തുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് കമ്മീഷൻ കാണുന്നത്. കമ്മീഷൻ ഏതായാലും ഈ കാര്യത്തിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറോടും കൺസേൺഡ് SHOയോടും റിപ്പോർട്ട് അടിയന്തരമായി ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാവ്യവൽക്കരണ ശ്രമമാണ് നടക്കുന്നത് എന്നായിരുന്നു SFIയുടെ ആരോപണം. ഇത് പൊതുസമൂഹമാകെ പ്രതിഷേധിക്കേണ്ട വിഷയമാണ്. ഞങ്ങൾ രക്ഷിതാക്കളോടും അധ്യാപകരോടും ഒപ്പം തന്നെ വിദ്യാർത്ഥികളോടും അഭ്യർത്ഥിക്കുകയാണ്. അവരുടെ മതവിശ്വാസം കൂടി പരിഗണിക്കപ്പെടണമെന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടവർ അപരമതവിശ്വാസത്തിൻ്റെ പ്രചാരകരായി കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. നിയമപരമായും മതനിരപേക്ഷ അന്തരീക്ഷത്തെ തകർക്കാൻ ആവശ്യമായ ഒരു പരിശ്രമം നടത്തുന്നവർക്കെതിരെ പൊതുസമൂഹത്തിൻ്റെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രതികരണം ഉയർന്നു വരണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഷഫീദ് റാവത്തുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇത് വിവാദമാകുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വരുന്നു. ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ കേസെടുക്കുന്നു കാസർകോട്ടെ സംഭവത്തിൽ. എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? ഉന്മേഷ്, കാസർഗോഡ് ബന്ദർക സരസ്വതി വിദ്യാലയം, മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂള്, അതേപോലെ തന്നെ മറ്റു ചില സ്കൂളുകളിലുമാണ് ഈ പാദപൂജ നടന്നത്. മാവേലിക്കര സ്കൂളിൽ 100-ലധികം അധ്യാപകരുടെ കാലുകളാണ് ഗുരുപൂജയുടെ പേരിൽ കഴിപ്പിച്ചത്. ഇതോടുകൂടിയാണ് ഇക്കാര്യം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അതൊരു രാഷ്ട്രീയ വിവാദമായി ഇപ്പോൾ മാറിയിരിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ 2 തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ നടപടി എന്ന് പറയുന്നത് ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള നടപടിയാണ്. ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും പോലീസിനോടും വിശദീകരണം തേടി വിദ്യാഭ്യാസ വകുപ്പും റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും അടിയന്തര സ്വഭാവത്തിൽ അന്വേഷിക്കണമെന്നുമാണ് ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതേസമയം ഈ ബാലാവകാശ കമ്മീഷൻ അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് B. മോഹൻകുമാർ പറഞ്ഞത് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന് നഗ്നമായ ലംഘനമാണ് നടന്നതെന്നും വിഷയത്തിൽ കർശന നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ്. ഏതായാലും സംഭവം രാഷ്ട്രീയ വിവാദമായതിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പും ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികളെ കൊണ്ട് കാല് കഴിക്കുന്നത് കേരളത്തിന്റെ സംസ്കാരമല്ലെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ച കാര്യം. മാത്രമല്ല, ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, യുവജന സംഘടനകൾ ഇക്കാര്യത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് SFIയും DYFIയും ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഉന്മേഷ്, ഇപ്പോൾ ഷഫീദ്, അതിനിടയിൽ മാനേജ്മെന്റിൻ്റെതായ വിശദീകരണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ മാവേലിക്കര സംഭവത്തിൽ ഉൾപ്പെടെ സാധാരണ ഇത്തരം ദിനങ്ങളിലൊക്കെ നടക്കാറുള്ള ഒന്നെന്ന മാത്രം ആണല്ലോ അതിന്റെ വിശദീകരണം. ഈ SFI ഒക്കെ ആണെങ്കിൽ ഇതിനെ രാഷ്ട്രീയമായി കാണുന്നു, അവരുടെ പ്രതികരണം കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു നടപടി പ്രതീക്ഷിക്കാമോ? ഉറപ്പായും വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി അന്വേഷണം നടത്തിയ ശേഷം റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാണ്. വിദ്യാഭ്യാസ മന്ത്രി അത് സംബന്ധിച്ചൊരു സൂചന നൽകിയിട്ടുണ്ട്. ഈ സ്കൂളുകളിൽ ഈ പലതരത്തിലുള്ള മാറ്റങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ നടത്തിവരികയാണ്. ഏതെങ്കിലും തരത്തിൽ മതപരമായുള്ള ബോധങ്ങളിലേക്ക് കുട്ടികളെ തള്ളിവിടരുത് എന്നുള്ളത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരത്തെയും നിർദ്ദേശമായി നൽകിയിട്ടൊക്കെ ഉള്ളതാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ പാദപൂജ വിവാദം ഉണ്ടാകുന്നത്. ഈ DYFIയുടെ ആരോപണം, SFIയുടെ ആരോപണം അനുസരിച്ച് സ്കൂളുകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ആരോപണം അവരിപ്പോൾ രാഷ്ട്രീയമായി ഉയർത്തുന്നുണ്ട്. ഏതായാലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കാം. ഉന്മേഷ്, ശരി. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.